ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി അക്ബർ ടോക്സ്. ചിലർ കാണാൻ വളരെ മെലിഞ്ഞവരായിരിക്കും, ചിലർ ഫിറ്റായിരിക്കും, ചിലർ കുറച്ച് തടിച്ചവരായിരിക്കും. എന്നാൽ ഒരു ചിലർ പതിവിലും വിപരീതമായി കാണാൻ ഒരുപാട് അമിതവണ്ണമുള്ളവരായിരിക്കും. അത് അവർക്കൊരു രോഗം പോലെ വന്ന് അവരെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുത്തും. അതേപോലെ ഒരുപാട് അമിതവണ്ണത്തോടെ ജനിച്ച് തങ്ങളുടെ ജീവിതം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ ഒക്കെ ആയി. സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെ സഹായത്തോടെ ജോയിൻ ബട്ടൺ വന്നിട്ടുണ്ട്. ചാനലിൽ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് താഴെയുള്ള ആ ജോയിൻ ബട്ടൺ വഴി നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ പുതിയ ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം അടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. മോണിക്ക റൈലി. അമേരിക്കക്കാരിയായ മോണിക്ക റൈലി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാരമുള്ള സ്ത്രീ എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കണമെന്ന ലക്ഷ്യത്തോടെ കൂടുതൽ കലോറിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് വണ്ണം വെച്ചവളാണ്. ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ പ്രധാന ജോലിയായി വെച്ചിരിക്കുന്നത്. ഇതിനായി ഇവരുടെ ഭർത്താവും സഹായിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ 700 പൗണ്ട്, അതായത് 317 കിലോയോളം ഭാരം എത്തിയതിനു ശേഷം ഇവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോഴും ഇത് നിർത്താതെ ദിവസവും 10,000 കലോറി വരുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് 100 പൗണ്ട് ഭാരം വെക്കുക എന്നത് ലക്ഷ്യമാക്കി വെച്ചിരുന്നു. അതിനായി കൂടുതൽ കലോറിയുള്ള ഷേക്കുകൾ തയ്യാറാക്കി അത് ഫണൽ ഉപയോഗിച്ച് കുടിച്ച് തന്റെ ആരാധകർക്കായി ഇന്റർനെറ്റിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഷാനൽ ലോവറി. അമേരിക്കയിൽ നിന്നുള്ള ശരീരഭാരം ഒരുപാട് കൂടിയ മറ്റൊരു സ്ത്രീയാണ് ഷാനൽ ലോവറി. ഭക്ഷണത്തോടുള്ള പ്രിയം കാരണം ഒരുപാട് ആഹാരം കഴിച്ച് അവർ അമിതമായി വണ്ണം വയ്ക്കുകയായിരുന്നു. അമിതഭാരമുള്ള മനുഷ്യരെ കുറിച്ച് ഡിസ്കവറി ചാനലിൽ സംരക്ഷണം ചെയ്ത മൈ 600 പൗണ്ട് ലൈഫ് എന്ന ഷോയിൽ ഇവരെ കുറിച്ചൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. വണ്ണമുള്ള മനുഷ്യർ എങ്ങനെ ഭാരം കുറയ്ക്കുന്നു എന്ന് വ്യക്തമായി കാണിക്കുന്ന ഷോ ആയിരുന്നു അത്. ആ ഷോയിൽ പങ്കെടുക്കുമ്പോൾ ഇവരുടെ ഭാരം 336 കിലോ ഉണ്ടായിരുന്നു. ആ ഷോ ഒരു പ്രചോദനമായി എടുത്ത് ഇവർ ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുകയും 20 കിലോയോളം കുറയ്ക്കുകയും ചെയ്തു. എന്നാൽ ആ ഷോയ്ക്ക് ശേഷം ഇവർ പിന്നീട് ഭാരമൊന്നും കുറച്ചില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരോൾ ആൻ ഗായർ. 1960 ജനിച്ച അമേരിക്കൻ പെൺകുട്ടിയാണ് കാരോൾ ആൻ ഗായർ. ചെറുപ്പകാലത്ത് ഫാമിലി ഫ്രണ്ട് ഒരാൾ ഇവരെ അബ്യൂസ് ചെയ്തത് കൊണ്ട് ഇവർക്ക് ഈറ്റിംഗ് ഡിസോർഡർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മധുരമുള്ള സാധനങ്ങൾ കഴിച്ചാൽ മനസ്സിന് സമാധാനം ലഭിക്കുമത്രേ. അങ്ങനെ അധികമായി കഴിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഇവരുടെ വെയിറ്റും നിയന്ത്രണമില്ലാതെ കൂടിയിട്ടുണ്ട്. ഇവരുടെ പരമാവധി വെയിറ്റ് 1603 പൗണ്ട്, അതായത് 727 കിലോഗ്രാം വരെ ആയിട്ടുണ്ട്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള സ്ത്രീ എന്ന് പറയുന്നത് ഇവരാണ്. കൂടുതൽ വെയിറ്റ് കാരണം വരാൻ സാധ്യതയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ശരീരത്തിൽ വന്നിട്ടുണ്ട്. കൂടുതൽ വെയിറ്റ് ആയതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇവർ ജീവിക്കുന്നത്. അവർ ജീവനോടെ ഉണ്ടായിരുന്ന അവസാന വർഷം ചികിത്സയിലൂടെ 226 കിലോഗ്രാം വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. കെന്നത്ത് റംലെ ഇവരുടെ വെയിറ്റ് 468 കിലോഗ്രാം ആയിരുന്നു. 4 കുട്ടികളുടെ അച്ഛനായ ഇദ്ദേഹം സ്വന്തം ബെഡിൽ നിന്ന് പോലും എഴുന്നേൽക്കാൻ പറ്റാത്ത അത്രയും ഓവർ വെയിറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസത്തേക്ക് 30,000 കലോറി വരെ വരുന്ന ഭക്ഷണം കഴിച്ച് 4 വർഷമായി ബെഡിൽ തന്നെയായിരുന്നു ഇദ്ദേഹം കഴിഞ്ഞിരുന്നത്. നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് 4 വർഷമായി ഇദ്ദേഹം കുളിച്ചിട്ട് പോലുമില്ലായിരുന്നു. അവസാനം ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ സഹായം ലഭിച്ചപ്പോൾ ഒരു ഫയർഫോഴ്സ് സംഘം വന്ന് തന്നെയാണ് ഇദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റിയത്. ഇവരുടെ സർജറിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ റെഡിയായപ്പോൾ ഗ്യാസ്ട്രിക് ബൈപ്പാസ് സർജറി ചെയ്യുകയുണ്ടായി. ഇതിലൂടെ 40 ദിവസത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് 76 കിലോഗ്രാം വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചു. ഈമാൻ അഹമ്മദ്. ഈജിപ്ത് സ്വദേശിയായ ഈമാൻ ഹമദാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള രണ്ടാമത്തെ സ്ത്രീ. അതോടൊപ്പം അവർ ജീവിച്ചിരുന്ന 1980 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിൽ അവരായിരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള സ്ത്രീ ആയിട്ടുണ്ടായിരുന്നത്.
ഇവർക്ക് ചെറുപ്പകാലത്ത് തന്നെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്കൂൾ പഠനം പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. 2017 ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ വെച്ച് സർജറി ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവരുടെ വെയിറ്റ് 500 കിലോയ്ക്ക് മുകളിലായിരുന്നു. വെയിറ്റ് ലോസ് ചികിത്സയിലൂടെ 325 കിലോഗ്രാം വെയിറ്റ് കുറച്ചു. അടുത്ത ഘട്ട ചികിത്സയ്ക്കായി അബുദാബിയിലേക്ക് പോവുകയുണ്ടായി. ഇവരുടെ ശരീരത്തിൽ വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അബുദാബിയിൽ വെച്ച് തന്റെ 37ാമത്തെ വയസ്സിൽ ഇവർ മരണപ്പെടുകയുണ്ടായി. MC ഫ്ലഫ്. അമേരിക്കയിലെ നോർത്ത് കരോലിന സ്വദേശിയായ ഒരു യുവതിയാണ് MC ഫ്ലഫ്. 400 കിലോഗ്രാമിലധികം ഭാരമുള്ള ഇവർ ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ്. തന്റെ അമിതവണ്ണത്തെ ഒരു കുറവായി കാണാതെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ആളുകളുമായി സംവദിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഡോണ സിംപ്സൺ. അമേരിക്കയിലെ ഒഹായോയിൽ 1967 ജനിച്ച വനിതയാണ് ഡോണ സിംപ്സൺ. ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്നിരുന്ന ഭക്ഷണങ്ങൾ അമിതമായി കഴിച്ചാണ് ഇവരുടെ വണ്ണം കൂടിയത്. 2007 രണ്ടാമത്തെ ഭർത്താവുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ഇവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ആ സമയത്ത് ഇവരുടെ ഭാരം 241 കിലോ ആയിരുന്നു. ഇതിലൂടെ ഏറ്റവും കൂടുതൽ വണ്ണമുള്ള സമയത്ത് പ്രസവിച്ച സ്ത്രീ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും ഇവർക്ക് ലഭിച്ചു. പിന്നീട് തന്റെ ഭാരം വീണ്ടും വർദ്ധിപ്പിച്ച് മറ്റൊരു റെക്കോർഡ് കൂടി നേടാൻ ഇവർ ശ്രമിച്ചെങ്കിലും 2010 ആയപ്പോഴേക്കും ഭാരം 273 കിലോഗ്രാം വരെ മാത്രമേ എത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. സൂസന്ന ഈമാൻ. 365 കിലോ ഭാരമുണ്ടായിരുന്ന സൂസന്ന ഈമാൻ അമേരിക്കൻ സ്വദേശിയാണ്. കലോറി കൂടിയ ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുന്നത് കൊണ്ടാണ് ഇവരുടെ ഭാരം ഈ രീതിയിൽ വർദ്ധിച്ചത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വണ്ണമുള്ള സ്ത്രീയാകണം എന്നതായിരുന്നു ഇവരുടെ ആഗ്രഹം. എന്നാൽ തന്റെ മകന് ഇതിലൊട്ടും താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയ സൂസന്ന പിന്നീട് ഒരു പ്രൊഫഷണൽ ഡോക്ടറുടെ സഹായത്തോടെ വണ്ണം കുറയ്ക്കാനുള്ള യാത്ര ആരംഭിച്ചു. കൃത്യമായ ചികിത്സയിലൂടെ വ്യായാമത്തിലൂടെയും 365 കിലോയിൽ നിന്ന് അത്ഭുതകരമായ രീതിയിൽ 204 കിലോയായി ഭാരം കുറയ്ക്കാൻ ഇവർക്ക് സാധിച്ചു. എന്നാൽ ഇവർ വണ്ണം കുറച്ചത് ഇവരുടെ ഫിനാൻസിന് ഇഷ്ടപ്പെടാത്തതിനാൽ അയാൾ വിവാഹത്തിൽ നിന്നും പിന്മാറി. എങ്കിലും ഇപ്പോൾ ഇവരുടെ പുതിയ കാമുകൻ ഭാരം വീണ്ടും വർദ്ധിപ്പിക്കാൻ ഇവരെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഖാലിദ് ബിൻ ഷാരി. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വണ്ണമുള്ള രണ്ടാമത്തെ വ്യക്തിയാണ് സൗദി അറേബ്യ സ്വദേശിയായ ഖാലിദ് ബിൻ ഷാരി. ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാരമുള്ള മനുഷ്യനായിരുന്നു. 610 കിലോഗ്രാം ആയിരുന്നു ഇദ്ദേഹത്തിന്റെ പരമാവധി ഭാരം. 3 വർഷത്തോളമാണ് ഇദ്ദേഹം കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലുമാകാതെ കിടപ്പിലായത്. ഇദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ സൗദി സർക്കാർ ഉടൻ തന്നെ ഇടപെടുകയും തലസ്ഥാനമായ റിയാദിലെ കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയിലേക്ക് മാറ്റി സൗജന്യ ചികിത്സ നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. 2013 തന്റെ 22ാം വയസ്സിലാണ് ഇദ്ദേഹം ചികിത്സ ആരംഭിക്കുന്നത്. പിന്നീട് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഇദ്ദേഹം 317 കിലോയോളം ഭാരം കുറച്ചു. തുടർന്നുള്ള വർഷങ്ങളിലും കഠിന ശ്രമം തുടർന്ന ഖാലിദ് 2017 ആയപ്പോഴേക്കും തന്റെ ഭാരം 610 കിലോയിൽ നിന്ന് വെറും 68 കിലോയിലേക്ക് കുറച്ചുകൊണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വണ്ണം കുറച്ച മനുഷ്യൻ എന്ന ചരിത്ര റെക്കോർഡും സ്വന്തമാക്കി. വികാസ് ഉപ്പൽ. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യൻ ആരാണെന്നറിയാമോ? അതാണ് ഹരിയാന സ്വദേശിയായ വികാസ് ഉപ്പൽ. 1986 ജനിച്ച ഇദ്ദേഹത്തിന്റെ ഉയരം 8 അടി 3 ഇഞ്ചായിരുന്നു. ചിലർ ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരംകാരൻ ഇദ്ദേഹം തന്നെയാണ്. ശരീരത്തിലെ വളർച്ച ഹോർമോണുകളുടെ അമിതമായ വ്യതിയാനം കൊണ്ടാണ് വികാസിന് ഇത്രയും ഉയരം ഉണ്ടായത്. ഈ അസാധാരണ ഉയരം കാരണം പ്രാദേശിക മാധ്യമങ്ങളിൽ ഇദ്ദേഹം വലിയ വാർത്തയാവുകയും ചില സിനിമകളിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു. എന്നാൽ വളരെ സങ്കടകരമെന്ന് പറയട്ടെ, തലച്ചോറിലെ ഒരു ട്യൂമർ സർജറി പാളിപ്പോയതിനെ തുടർന്ന് 2007 തന്റെ 21ാം വയസ്സിൽ വികാസ് ഈ ലോകത്തോട് വിട പറഞ്ഞു. എഡ്വേർഡ് ബ്രൂപ്രെ. 1881 കാനഡയിൽ ജനിച്ച എഡ്വേർഡ് ബ്രൂപ്രെ ദി വില്യോ ബ്രഞ്ച് ജൈറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിനും 8 അടി 3 ഇഞ്ച് ഉയരമുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതലേ നല്ല കായിക ബലമുണ്ടായിരുന്ന എഡ്വേർഡ് തന്റെ 17ാം വയസ്സിൽ ഒരു റെസ്ലർ ആയിട്ടാണ് കരിയർ ആരംഭിച്ചത്.
തന്റെ അസാധാരണമായ ഉയരവും കരുത്തും കാരണം അദ്ദേഹം പെട്ടെന്ന് തന്നെ പ്രശസ്തനായി. നോർത്ത് അമേരിക്കയിലുടനീളം യാത്ര ചെയ്ത അദ്ദേഹം നിരവധി ഷോകൾ നടത്തി ആളുകളെ അത്ഭുതപ്പെടുത്തി. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയതിനെ തുടർന്ന് 1904 വെറും 23 വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ജന്മനാട്ടിൽ ഒരു പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. ജോൺ ബ്രോവർ മിനോഷ്. ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭാരമുള്ള മനുഷ്യൻ എന്ന റെക്കോർഡ് ജോൺ ബ്രോവറിനാണ്. ഇദ്ദേഹത്തിന്റെ പരമാവധി ഭാരം 635 കിലോഗ്രാം വരെ എത്തിയിരുന്നു. കുട്ടിക്കാലം മുതലേ അമിതവണ്ണമുണ്ടായിരുന്ന ഇദ്ദേഹത്തിന് തുടക്കത്തിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ശരീരത്തിൽ അമിതമായി വെള്ളം കെട്ടി നിൽക്കുന്ന ജനറലൈസ്ഡ് എഡിമ എന്ന രോഗവും അതോടൊപ്പം ഹൃദയ സംബന്ധവും ഇദ്ദേഹത്തിന് ബാധിച്ചു. അവസ്ഥ ഗുരുതരമായതിനെ തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ മാത്രം 1 ഡസനോളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കഠിനമായി പ്രയത്നിക്കേണ്ടി വന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇതോടുകൂടി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വ്യത്യസ്തമായ ശരീരപ്രകൃതി കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഈ മനുഷ്യരുടെ ജീവിതം ശരിക്കും നമ്മളെ അമ്പരപ്പിക്കുന്നതല്ലേ? ഇതിൽ വികാസ് ഉപ്പലിന്റെ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ദി അക്ബർ ടോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഇസ് അക്ബർ സൈനിങ് ഓഫ് ഫ്രം ദി അക്ബർ ടോക്സ്.